അപ്പം രാവിലെ ട്രെയിനൊക്കെ നിർത്തി ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഇനിയിപ്പം ഇന്നൊരു ഹോൾ ഡേ ട്രെയിനകത്തായിരിക്കും. പിന്നെ നാളെ വെളുപ്പിനെ ഒരു 6:30 ആകുമ്പോൾ എത്തത്തുള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൂവീസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 മൂവീസ് മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 3 അങ്ങോട്ട് പോകുമ്പോൾ കാണും, 3 തിരിച്ച് വരുമ്പോൾ കാണും. Now this is Shastri River, Western Ghats-ലെ one of the few unpolluted river. അങ്ങനെ കുറച്ച് ക്ഷീണിച്ചുള്ളതാണെങ്കിലും 2 ദിവസത്തെ ട്രെയിൻ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. യെസ്, അഹമ്മദാബാദ്. ബസ്സിനൊക്കെ കയറി. ഭയങ്കര നാറ്റായിരുന്നു കേട്ടോ ഇവിടെ വരുന്ന വഴി. ബസ്സിലെ സൈഡിലൊക്കെ ബസ് നല്ല ബസ്സാണ്, പക്ഷെ ഭയങ്കര നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളൊരു പുതിയ എക്സ്പീരിയൻസ്. സൈഡിൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കേരളത്തിൽ എന്തൊരു വൃത്തിയാണ്. ഇവിടെ അഹമ്മദാബാദിൽ നമുക്ക് ഹോട്ടൽ സ്റ്റേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ 1.5 അവറിനുള്ളിൽ എല്ലാവരും മാക്സിമം പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ബസ്സിലേക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് 5 ഡെസ്റ്റിനേഷൻസ് ആണ് മെയിനായിട്ട്. ഡെസ്റ്റിനേഷൻ നമ്പർ 1 കൻകാരിയ ലേക്ക്, 2 അത്ലറ്റ് സ്റ്റെപ്പ് വെൽ, പിന്നെ നമ്മൾ അക്ഷരധൻ ടെമ്പിൾ കാണുന്നുണ്ട്, സബർമതി ആശ്രമം, പിന്നെ സബർമതി റിവർ ഫ്രണ്ട്. ഇത്രയായിരിക്കും നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് മെയിൻ സ്പോട്ട്സ് ആയിട്ട്. അതിൽ തന്നെ അക്ഷരധൻ ടെമ്പിൾ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ കൻകാരിയ ലേക്ക്. ഈ ലേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഗുജറാത്തിലെ ഏറ്റവും വലിയ ലേക്കായിട്ടാണ് ഈ ലേക്കിനെ പറയപ്പെടുന്നത്. 1451 ഈ ലേക്ക് ഓപ്പൺ ആക്കിയത്. ഇതിന് വേറൊരു സവിശേഷതയും കൂടി ഉണ്ട്. കൻകാരിയ കാർണിവൽ എന്ന് പറഞ്ഞൊരു കാർണിവല് ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ, എക്സാക്ട്ലി പറഞ്ഞാൽ 25th of December to 31st of December ഇവിടെ നടത്തപ്പെടാറുണ്ട്. ടൂറിസ്റ്റുകാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു കാർണിവൽ നടത്തപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൻകാരിയ ലേക്കിൻ്റെ മൊത്തം ഏരിയ വന്നിട്ട് 76 ഏക്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് 31 ഹെക്ടേഴ്സ്. ഇവിടെ വാട്ടർ സ്പോർട്സ് പോലെയുള്ള വേറെ പലതരം ആക്ടിവിറ്റീസും നടക്കാറുണ്ട്. ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ പേര് അട്ടൽ എക്സ്പ്രസ് എന്നാണ്. ഈ ട്രെയിൻ ചില്ലറക്കാരനല്ല. ഇതിന് ലണ്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. 150 സീറ്റ്സ് ഉള്ള ഈ ട്രെയിനിൽ നമുക്ക് 2.36 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഇവിടെ കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അഡലച്ച് സ്റ്റെപ്പ് വെൽ അഥവാ അഡാലച്ച് നിവ എന്ന് പറയുന്ന ഈ ഒരു മോണ്യുമെൻറ്റിന് പലതരം പ്രത്യേകതകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയും ഇതിൻ്റെ പിന്നിലുണ്ട്. ദിസ് മോണ്യുമെൻറ്റ് ഇസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് 1498 ഇന്ത്യയുടെ ചരിത്രത്തിൽ പല രാജാക്കന്മാരും തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെ പല മോണ്യുമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മോണ്യുമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാജ്ഞി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിഞ്ഞത്. 5 നിലയുള്ള ഈ കെട്ടിടത്തിൻ്റെ മോൾ ഭാഗം ഹിന്ദു ആർക്കിടെക്ചറിലും താഴ്ഭാഗം വരുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതിൻ്റെ പിന്നിലെ കഥ ഒന്ന് വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്.
അഹമ്മദാബാദിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാറി അഡാലജ് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ സ്ഥലത്തിന് ദണ്ഡായ ദേശ് എന്നാണ് പറയുന്നത്. റാണ വീർ സിംഗ് എന്നുള്ള പേരുള്ള ഒരു രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അവിടെ വരൾച്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്ന കൊണ്ടാണ് അവിടെ ഒരു സ്റ്റെപ്പ് വെല്ല് നിർമ്മിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് വെല്ലിൻ്റെ നിർമ്മാണം അദ്ദേഹം 1498 ആരംഭിച്ചു. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ തീരുന്നതിന് മുന്നേ തന്നെ അയൽഗ്രാമത്തെ രാജാവായ മുഹമ്മദ് ബേഗാഡ എന്ന് പറയുന്ന രാജാവിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ റാണ വീർ സിംഗ് കൊല്ലപ്പെട്ടു. അങ്ങനെ റാണ വീർ സിംഗിന്റെ സ്ഥാനം മുഹമ്മദ് ബേഗാഡ കൈയടക്കി. അങ്ങനെ ഇരിക്കെയാണ് റാണ വീർ സിംഗിന്റെ ഭാര്യയായിരുന്ന റാണി റുതാബിനെ മുഹമ്മദ് ബേഗാഡ കാണുന്നതും റാണിയുടെ സൗന്ദര്യം കണ്ട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നതും. തൻ്റെ ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി റാണി അത് സമ്മതിച്ചു. എന്നാൽ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. വിവാഹത്തിന് മുന്നേ തന്നെ സ്റ്റെപ്പ് വെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കണമെന്ന് റാണി പറഞ്ഞു. അങ്ങനെ 1499 കൺസ്ട്രക്ഷൻ പൂർണ്ണമായി. കൺസ്ട്രക്ഷൻ പൂർണ്ണമായപ്പോൾ റാണി തൻ്റെ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. സ്റ്റെപ്പ് വെല്ലിന് ചുറ്റും പ്രദക്ഷിണം നടത്തി റാണി ആ സ്റ്റെപ്പ് വെല്ലിലേക്ക് ചാടി. ആൻഡ് ദാറ്റ്സ് വൈ ഐ സെഡ് ദിസ് മോണുമെന്റ് ഇസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. ഈ ഒരു സ്റ്റെപ്പ് വെൽ ഉണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ വില്ലേജേഴ്സിന് ഡ്രിങ്കിങ് വാട്ടർ ആക്സസിബിൾ ആയിരുന്നു അടുത്ത് നിന്ന്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റാണ വീർ സിംഗ് തുടങ്ങി മുഹമ്മദ് ബേഗാഡ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ ഹിന്ദു ആർക്കിടെക്ചറും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. മുഹമ്മദ് ബേഗാഡയ്ക്ക് ഈ ആർക്കിടെക്ചർ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനാൽ അവിടെ ഉണ്ടായിരുന്ന മേസൺസിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു റെപ്ലിക്ക ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന്. അവർ പറഞ്ഞു, അതിനെന്താ, തീർച്ചയായിട്ടും. അത് കാരണം അവരെ കൊല്ലാൻ വേണ്ടി ബേഗാഡ ഉത്തരവിറക്കി. താൻ ഉണ്ടാക്കിയ സ്റ്റെപ്പ് പോലെ ഇനി വേറെ ഒരിടത്തും ഇതുപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാതിരിക്കാനാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത്. ഇവിടെ സ്ത്രീകൾ തന്നെയാണ് മിക്ക റിച്വൽസും കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും നവംബർ മാസം ആകുമ്പോൾ ഇവിടെ ഒരു വലിയ ആഘോഷമുണ്ട്. ആ ആഘോഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഗായകന്മാരെല്ലാം വന്ന് പാടാറുണ്ടെന്നാണ് പറയുന്നത്. അഹമ്മദാബാദിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. I hope you like this video and stay tuned for the next video.